ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധുമോളൂസിൻ്റെ ഒരു എന്നാ പറയുന്നത്, എനിക്ക് സന്തോഷമുണ്ട്, പക്ഷേ എന്നാൽ ഞാൻ തന്നെ പോകുന്നതിൻ്റെ ഒരു ചെറിയൊരു സങ്കടമുണ്ട്. എന്നാ പറയുന്നത്, ഒരു ഹാപ്പി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ ദൂരെയാണ് പോകുന്നത്, കുറച്ച് ലോങ് ആയതുകൊണ്ട് തന്നെ പോകുന്നതുകൊണ്ട് ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. രാവിലെയാണെങ്കിൽ നല്ല മഴയും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ ലഗേജൊക്കെ ഇവിടെ ബാഗൊക്കെ റെഡിയാക്കി വെച്ചേക്കുന്നു. പിന്നെ ഓട്ടോ ചേട്ടായി ഇപ്പോൾ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞു. ചേട്ടായി പോയേ പറ്റത്തുള്ളൂ എന്ന് അത്രയും നിർബന്ധം പിടിച്ചുകൊണ്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ അത്രയും നിർബന്ധം പിടിച്ചത് പിന്നെ അവരുടെ ആ ഒരു വിളിയും പരിപാടിയും അവരുടെ ഒരു സ്നേഹവും ഒക്കെ നമുക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് അതിൻ്റെ വിളിയൊക്കെ വിളിച്ചിട്ട് എനിക്ക് സിന്ധുമേനെ ഒന്ന് കാണണം, വായോ. അപ്പം നമുക്ക് ഉള്ളിനുള്ളിൽ നമ്മളെ എന്തേരം മാനിക്കുന്നോ, നമ്മളെ എന്തേരം ബഹുമാനിക്കുന്നോ, എന്തേരം സ്നേഹിക്കുന്നോ അങ്ങനെയുള്ളിടത്ത് നമുക്ക് ഓടിപ്പോകാനായിട്ട് തോന്നി. ശരിയല്ലേ? അപ്പോൾ പിന്നെ എന്തായാലും പോകാമെന്ന് വിചാരിച്ചത്. അപ്പം എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഒക്കെ കൂടെ വേണം കേട്ടോ. തൻ്റെ ഇപ്പം എവിടെ പോയാലും മുണ്ടക്കാൻ വരെയൊക്കെ തന്നെ ഇങ്ങനെ പോട്ടൊക്കെ വരുന്നു, അല്ല സ്കൂട്ടിയെ ഇട്ട വട്ടത്തൊക്കെ നമ്മൾ കറങ്ങിയിട്ട് വരുന്നു. അല്ലാണ്ട് ഇപ്പം ഒരു കുറേ ആയിട്ട് ചേട്ടായി ഇല്ലാണ്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോകുന്നേ ഇല്ല കേട്ടോ. ഇച്ചിരി ദൂരമൊക്കെ പോകുമ്പോൾ നമ്മൾ ചേട്ടാനും കൊണ്ടാണ് പോകും, ചേട്ടായി എൻ്റെ കൂടെ കാണും. അതുകൊണ്ട് എനിക്കൊരു ഭയങ്കര ധൈര്യം. അല്ലെങ്കിൽ എൻ്റെ കൂടെ പുറപ്പുള്ള ആരെങ്കിലും കാണും, സന്തോഷമോ ചേച്ചിയോ അല്ലെ മോനായോ ഒക്കെ കാണുമായിരുന്നു എൻ്റെ കൂടെ. അങ്ങനെയുള്ള ഒരിതുണ്ടായിരുന്നു. ഇപ്പം ഇന്ന് തന്നെ പോകും, ഒത്തിരി കാലം കൂടി. അതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട്, പക്ഷെ പേടിപ്പോയൊന്നുമില്ല. നമ്മൾ വായി കിടക്കുന്ന നാക്കല്ലേ അല്ലേ, അപ്പോൾ നമുക്ക് ചോദിച്ചിട്ടൊക്കെ പോകാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. എന്തായാലും പോയിട്ടൊക്കെ വരാം. എവിടെയാണ് പോകുന്നത് എന്താണെന്നൊക്കെ ഉള്ളത് വഴിയെ കാണിക്കാട്ടോ. അപ്പോൾ ഓട്ടോ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞു ചേട്ടായി. മഴ ഇച്ചിരി ചാറ്റിൽ കൊണ്ടുകൊണ്ട് രാവിലെ നല്ല സൂപ്പർ മഴയായിരുന്നു. എന്നാ പറയുന്നത്, പിന്നെ ആഗ്രഹിച്ച് ഞാൻ അവർക്ക് കൊടുക്കണമെന്ന് ഓർത്ത സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ കിട്ടി. ഒരു കാര്യം നടന്നിട്ടില്ലായിരുന്നു, പക്ഷെ അതും നടന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. നമുക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാനൊന്നും നമുക്ക് പറ്റത്തില്ലല്ലോ. നമുക്ക് നമ്മുടെ വ്യത്യസ്തതയൊക്കെ അവർക്കറിയാം. പക്ഷേ കുഞ്ഞൊരു സാധനമല്ല, അവർ പറയുന്നത് കൊടുക്കാൻ പറ്റുമ്പോഴേ ചേച്ചി അത് സിന്ധുമേ അതുണ്ടോ, അത് തീർന്നോ, നിങ്ങളുടെ ആ നാട്ടിലുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഇതല്ലേ. അപ്പോൾ അങ്ങനെ എന്നോട് 1-2 സാധനങ്ങളെ പറഞ്ഞിട്ടുള്ളായിരുന്നു. ആ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ അവരുടെ അടുത്തേക്ക് പോവാണ്. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ കാണിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ കൊച്ചി യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ മുണ്ടക്കയം സ്റ്റാൻഡിൽ നിന്ന് അടുത്ത ഒരു ബസ് കയറി വേറൊരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. നമ്മൾ ഉഷമേട കൊണ്ടേക്കല്ല, മുണ്ടക്കയത്തു നിന്ന് വേറൊരു ബസ്സിന് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പം കിട്ടിയിരിക്കുന്നത് പത്തനംതിട്ടയ്ക്കുള്ള ഒരു ബസ്സാണ്. അപ്പം എൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും ഇവിടെയൊക്കെ റബ്ബർ എസ്റ്റേറ്റാണ് കേട്ടോ. മൊത്തം റബ്ബർ തോട്ടങ്ങളാണ്. ആ ചേട്ടനുണ്ടല്ലോ, ഡ്രൈവർ ചേട്ടൻ, അതിന് തൊട്ട് ബാക്കിലെ സീറ്റ് തന്നെയാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ എൻ്റെ ബാഗ് ഞാൻ എന്നായെന്നറിയാം, ഫ്രണ്ടിൽ ഞാൻ ഇരിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ വെച്ചപ്പോഴത്തേനും പുള്ളി ഗിയർ മാറ്റുന്ന ആ ഗിയർ സ്റ്റാൻഡിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ ബസ്സിലൊക്കെ, അതിലോട്ട് മുട്ടിയിരുന്നു. പുള്ളി ഉണ്ടല്ലോ എൻ്റെ അടുത്തിരുന്ന ചേച്ചിയുടെ ബാഗാണെന്ന് ആ ചേച്ചീനെ രൂക്ഷമായിട്ട് നോക്കിയിട്ട് ഷൗട്ട് ചെയ്യാനായിട്ട് ദേഷ്യപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ സോറി ആ ചേച്ചിയെ പറയല്ലേ, അതെൻ്റേതാന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പുള്ളി ഒറ്റ ചീരി. എന്നിട്ട് ഞാൻ പറഞ്ഞു, സോറി കേട്ടോ, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിയപ്പോഴത്തേക്കും മുട്ടിയതാണ് കേട്ടോ, അല്ലാണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് കൊണ്ട് വെച്ചതല്ല. അങ്ങനെ അത് ഇപ്പം പിന്നെ ഡ്രൈവർ ചേട്ടനും ഒക്കെ ആയിട്ട് നല്ല എന്താ പറയുന്നത് കൂട്ടുകാരായി കേട്ടോ. അപ്പം നമ്മൾ മുണ്ടക്കയം കഴിഞ്ഞുള്ള ഈ സ്ഥലത്തുനിന്ന് പോവുക. ഇവിടെ എനിക്ക് തോന്നുന്നത് ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണെന്ന് തോന്നുന്നു പുലിക്കുന്ന് എന്നൊക്കെ പറയുന്ന സ്ഥലമൊക്കെയാണെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല കറക്റ്റായിട്ട്, ബോർഡൊന്നും വായിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവിടെയായിരുന്നു സഞ്ജേട്ടൻ്റെ നാട്, ചേച്ചിയുടെ അവിടെ കഴിഞ്ഞ് പോയെന്ന് തോന്നുന്നു. അപ്പം എനിക്ക് ഇവിടെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചേ നമ്മുടെ പിന്നെ കുട്ടിക്കാനവും മുണ്ടക്കയം വരെ വന്നു കഴിഞ്ഞാൽ വലിയ വളവും കാര്യങ്ങളും ഒന്നും ഇല്ലെന്ന് ഓർത്തു. പക്ഷെ അതൊന്നുമല്ല, ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര വളവും തിരിവും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. പക്ഷേ ഞാനൊരു കാര്യം ശ്രദ്ധിച്ച് എന്നാന്ന് പറയുക, ഇപ്പം ഞാൻ ഡ്രൈവിങ് പഠിച്ചതിന് ശേഷം ഞാൻ വഴിയിൽ ഇറങ്ങുമ്പോൾ റോഡൊക്കെ നല്ല ശ്രദ്ധിക്കും, ഭയങ്കരമായിട്ട് ഇതാകുന്നുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതുണ്ടല്ലോ, ഇത്രയും വണ്ടികൾ പോകുന്നൊക്കെ ആയിട്ടും വലിയ വീതിയില്ല ഈ റോഡിന്. രണ്ട് വണ്ടി കഷ്ടി കിടന്നു പോകാം, എന്നാലും വളവും തിരിവൊക്കെ വരുമ്പോഴത്തേക്കുവേ. അപ്പോൾ ഞാൻ ഓർത്താ, അയ്യോ ഇത്രയും ആൾക്കാർ പോകുന്നതല്ലേ, പ്രത്യേകിച്ച് നമ്മുടെ ശബരിമല റൂട്ടാണ്. അതിനിടയ്ക്ക് ഒരു കോൾ വന്നതാണ് കേട്ടോ, കട്ടാക്കിയത്. അപ്പോൾ ഇത് ശബരിമല റൂട്ടാണ് കേട്ടോ നമ്മുടെ. അപ്പം എന്താ പറയുക, എരുമേലിയും ഒക്കെ ഭയങ്കര ഇതുള്ള ഒരു സ്ഥലമല്ലേ. അപ്പോൾ ഇച്ചിരി കൂടെയൊക്കെ എനിക്ക് വേണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ. ഇത് നമ്മുടെ എരുമേലിയാണ് എന്ന് തോന്നുന്നു സിറ്റി. ഞാൻ അങ്ങനെ ബസ്സിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കണ്ടപ്പോഴത്തേക്കും എടുത്തതാണ്, പക്ഷേ ക്ലിയർ അല്ല കേട്ടോ. എന്നാന്നറിയോ, മഴ ചെറിയ ചാറ്റമഴകളുള്ളതുകൊണ്ടേ അത്ര ക്ലിയർ അല്ല, ഗ്ലാസ് അല്ല ഇങ്ങനെ. അത് തന്നെ എരുമേലി കേട്ടോ. അപ്പം നമ്മുടെ വാവരുപള്ളിയും എന്നാ പറയുന്നത്, ഞാൻ എൻ്റെ ചാച്ചൻ്റെ കൂടെ വന്നിട്ട് ഞങ്ങൾ എരുമേലി പേട്ട തുള്ളിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ശബരിമലയുടെ ഇതിനൊരു ഇതുണ്ടല്ലോ, കളറെല്ലാം നേരത്തൂടെയൊക്കെ തേച്ച് അങ്ങനെ തുള്ളിയിട്ടുള്ള ഒരു റോഡാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ വിശ്രമിക്കുന്ന സ്ഥലവും അമ്പലവും ഒക്കെയാണ് ആ കാണുന്നത്. അപ്പോൾ സ്റ്റാൻഡിലോട്ട് ബസ് കയറുകയാണ് കേട്ടോ.
അപ്പോൾ ശബരിമല സീസണായി അവിടെ എന്നാ തിരക്കായിരിക്കും എന്നറിയോ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇത് നമ്മൾ കണ്ടിട്ടില്ലേ സഞ്ചാരി എന്ന് പറയുന്ന ചാനലിൻ്റെ അകത്തോട്ട് പോകുമ്പോഴത്തേനും ഞാൻ നന്നായിട്ട് സംസാരിക്കുന്ന കേട്ടിട്ട് എന്ന് പറഞ്ഞാൽ സഞ്ചാരി ചേട്ടൻ പറയുന്ന പോണക്ക് ഫീൽ ചെയ്തു. പച്ച 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 മരങ്ങളും എന്നാ പറയുന്നത് ഇരുട്ടടച്ച് വഴികളും അവിടോട്ട് നോക്കിയപ്പോൾ കുറച്ച് കാട്ടുമൃഗങ്ങളും ഒക്കെ കണ്ടു. അങ്ങനെ കണ്ടു ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ ആളുടെ സംസാരം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്ന് പറഞ്ഞ കണക്ക് നമ്മൾ ഭയങ്കര കാടിനുള്ളിലോട്ടാണ് കയറിയിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് വെട്ടമുണ്ട്, ക്യാമറയ്ക്ക് അതോടെ നോക്കുമ്പോൾ അതിന് വെട്ടമുണ്ട്. പക്ഷേ ഞാൻ ഇന്നലെ ഷൂട്ട് ചെയ്തപ്പോൾ ഉണ്ടല്ലോ എന്നാ പറയുന്നത് ഭയങ്കര ഒരു ഇരുളിമ മാതിരി ഇരുട്ട് മാതിരി ചില സ്ഥലത്ത് ഇരുമ്പത്തിനും ഭയങ്കര അന്ധകാരമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു എന്നാന്ന് അറിയോ, അടിപൊളി നമ്മുടെ ഡിയോ കുട്ടനെ കൊണ്ട് ഇങ്ങോട്ട് വന്ന് ഇതിലെല്ലാം ഒന്ന് കറങ്ങണമെന്ന്. പക്ഷേ ഇപ്പം എനിക്ക് അതിന് മാത്രം ആയിട്ടില്ല, എൻ്റെ കൈ തെളിഞ്ഞിട്ടില്ല. നന്നായിട്ട് ഓടിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ഈ വഴിയൊക്കെ യാത്ര ചെയ്താൽ സൂപ്പറായിരിക്കും എന്ന് ഞാൻ ഓർത്ത് കേട്ടോ. കണ്ടപ്പോൾ നല്ല രസം കേട്ടോ കാണാനായിട്ട്. മഴ പെയ്തുകൊണ്ടുണ്ടല്ലോ മരങ്ങളെല്ലാം ഇങ്ങനെ ഇലയൊക്കെ പൊഴിഞ്ഞിട്ട് തളർത്ത് നിൽക്കുവാണെങ്കിൽ നല്ല പച്ചപ്പാ കണ്ടോ. നല്ല രസമില്ലേ കാണാനായിട്ട്. നിങ്ങൾക്കൊക്കെ ഈ കാഴ്ചയൊക്കെ ഇഷ്ടമാവുമെന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ ഇച്ചിരി റിസ്ക് എടുത്താണെങ്കിലും വണ്ടിയുടെ ഫ്രണ്ടിലിരുന്ന് ഇതൊക്കെ പിടിക്കുന്നത് കേട്ടോ. നിങ്ങളെ എല്ലാവരെയും കൂടെ ഓർത്തോണ്ടാണ്. ചിലരൊക്കെ കമൻറ്റ് ഇടാറുണ്ട്, അയ്യോ സിന്ധമ്മയുടെ ട്രാവലർ ബ്ലോഗ് കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ കാണുമ്പം എൻ്റെ മനസ്സിനൊരു കുളിർമ കിട്ടുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെ കൂടെ കാണിക്കുന്നത് കേട്ടോ. വണ്ടിയൊക്കെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏതെങ്കിലും വണ്ടികളൊക്കെ പോകുമ്പോൾ വലിയ പേടി ഭയമൊന്നുമില്ല. അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടല്ലോ, അവർ നന്നായിട്ട് ഓടിച്ചുകൊണ്ട് പോകുമല്ലോ എന്നൊക്കെ ഉള്ളൊരിതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഡ്രൈവിങ് പഠിച്ചതിന് ശേഷം ഏത് വണ്ടിയിൽ കയറിയാലും ചെറിയൊരു പേടി ഭയമൊക്കെയാണ് കേട്ടോ. ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരികെ വളയുകയും വലിയ കുത്തിറക്കവും ഒക്കെ ചെല്ലുമ്പോഴൊക്കെ നമുക്കറിയാമല്ലോ ഇതിൻ്റെ എന്നാണ് സംഭവം ചെയ്യേണ്ടത്. എന്നിട്ട് ഞാൻ ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ടുണ്ടല്ലോ ഞാൻ ഒരു പകുതി സമയം വീഡിയോ എടുക്കാത്ത സമയത്തെല്ലാം ആ ചേട്ടൻ്റെ ഡ്രൈവിങ് ശ്രദ്ധിക്കുകയായിരുന്നു കേട്ടോ. ഒരാൾക്ക് പറഞ്ഞാൽ അത്യാവശ്യം പ്രായം 19 വയസ്സുള്ളൊരു ചേട്ടനായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. എന്നാലും ഞാൻ മനസ്സിൽ ഓർക്കാമെന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തേരെ ഓരോ പണിക്കും അതിൻ്റേതായ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടല്ലേ. അപ്പം കാല് വെച്ച് തന്നെ നമ്മളെപ്പോഴും ഗിയർ ചേഞ്ച് ചെയ്യേണ്ടി ഇപ്പോഴൊക്കെ ചവിട്ടി കാലിനും തുടയ്ക്കും ഒക്കെ വേദന എടുക്കുകയല്ലേ. ഒരു പരിധിവരെ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ നമുക്കറിയാവുന്നതല്ലേ. ഞാൻ ഇതെല്ലാം ഓർക്കുമായിരുന്നു. ഓരോരുത്തരും ചെയ്യുന്ന പണികൾക്ക് അതിൻ്റേതായ ഒരു ഇത് നമ്മൾ കൊടുക്കണം. എല്ലാ മനുഷ്യരും കയറുന്നവരും ഇറങ്ങുന്നവരും വീട്ടിലുള്ളവരും ഒക്കെ അല്ലേ. ഇത്രയൊക്കെ ഡ്യൂട്ടി ചെയ്തിട്ട് 10-15 ദിവസത്തിനൊക്കെ വീട്ടിലോട്ട് വരുമ്പോഴത്തേനും വീട്ടിലും പ്രശ്നവും സങ്കടവും വിഷമവും കാരച്ചിലും ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ ഒന്ന് ഓർത്ത് നോക്കി സമാധാനക്കേട് അതില്ലേ. അപ്പം ഞാൻ ഇങ്ങനെ എല്ലാം നോക്കുമായിരുന്നു. പിന്നെ ചേട്ടൻ ഗീറൊക്കെ മാറുമ്പോഴത്തേനും ഉണ്ടല്ലോ ഇതൊരു ട്രാൻസ്പോർട്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ഒത്തിരി പഴയ ഒരു വണ്ടിയാണ്. ഗീർ മാറാനൊക്കെ പുള്ളി ഉള്ള ബലത്തിലാണ് കിടന്ന് ചെയ്യുന്നത്. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വളമൊക്കെ വന്നപ്പോൾ പേടിയായി സത്യം പറഞ്ഞാൽ. ഇപ്പം കണ്ടോ ഇരുട്ട് കൂടാരത്തിൽ നിന്ന് വന്ന് നമ്മൾ വെട്ടത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം വന്നപ്പോൾ ഭയങ്കര ഇരുട്ടായിരുന്നു വീഡിയോ എടുത്തപ്പോൾ. ഇപ്പം കണ്ടോ നല്ല വെട്ടമായി. ഇത് ഫ്രണ്ട് കാണുന്നതൊക്കെ ഒരു ചെറിയൊരു കുഞ്ഞു മല മാതിരിയൊക്കെ ഉണ്ട്. പിന്നെ കൈതക്കാടാണ് കേട്ടോ. കരിച്ചക്കയുടെ പൈനാപ്പിളിൻ്റെ കാടാണ്, തോട്ടമാണെന്ന് തോന്നുന്നു ഓരോരുത്തരുടെ. പിന്നെ നമ്മൾ വേറൊരു സിറ്റിയിലോട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ എനിക്ക് തന്നെ ഒരു ഇത് കൗതുകം തോന്നിയെന്നറിയാം. ഇത് എരുമേലി സൈഡാണ് കേട്ടോ. അല്ല എരുമേലിയല്ലോ റാന്നി സൈഡാണ്. റാന്നി വന്നപ്പോൾ ഒരു ഭയങ്കരമായിട്ട് കാഴ്ച കാണാൻ പറ്റുന്നുണ്ടല്ലോ. വഴി സൈഡിൽ എല്ലാവരുടെയും വീടിൻ്റെ മുറ്റത്തൂടെ റംബൂട്ടാനാണ് കേട്ടോ. എന്നിട്ട് നെറ്റിട്ട് മൂടിയിട്ടിരിക്കുക. നമ്മുടെ എന്നാ പറയുന്നത് പക്ഷികളും വാവലും ഒന്നും കടിക്കുകയും കുത്തുകയും ഒന്നും ചെയ്യാതിരിക്കുക. ഇപ്പം പ്രത്യേകം അസുഖങ്ങളാണല്ലോ, പക്ഷിപ്പനി, വാവൽ കടിച്ചതൊന്നും കഴിക്കാനും പറക്കാനും പറ്റത്തില്ല. അതുകൊണ്ടായിരിക്കും അത്ര സേഫ്റ്റി ആയിട്ട് വലയിട്ട് എല്ലായിടത്തും ഉണ്ട് ചുറ്റിനും കേട്ടോ. ഞാൻ കുറേ ഷൂട്ട് ചെയ്തു, അത് ഞാൻ പിന്നെ ഡിലീറ്റാക്കി എല്ലാം മൂടിക്കണ്ടോ. ഇത് കണ്ടോ മൂടിയിട്ടു. എന്നിട്ട് നിറച്ച് റംബൂട്ടാൻ പഴുത്ത് കിടക്കുകയാണ് കേട്ടോ, നിറച്ച്. പക്ഷെ മഴയായതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന് ഒരു ചേച്ചിയോട് ഞാൻ ചോദിച്ചു ഈ ഏരിയ റംബൂട്ടാൻ്റെ ഏരിയ ആണോ അതൊക്കെ. അപ്പോൾ പറഞ്ഞു ചൂടും വേണം, അത്യാവശ്യം നല്ല വെള്ളവും വേണം, അങ്ങനെ ഉണ്ടോടത്തൊക്കെ കായ്ക്കത്തുള്ളൂ. നമ്മുടെ റംബൂട്ടാനാണെങ്കിൽ 2 ഇലയായിട്ട് അങ്ങനെ നിൽക്കാം. ഇതുണ്ടോ നല്ല നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. നല്ല മഴയാണ്. വീട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ഞാൻ എങ്ങോട്ടേക്കാണ് വന്നേക്കണേന്ന്. കൊച്ചി ഞാനും കൂടെ ഇപ്പം ഇങ്ങനെ വന്ന് കയറിയതേ ഉള്ളൂ കേട്ടോ. വേണ്ടേ വന്ന് കയറിയതേ ഒരാൾ ഡ്രസ്സ് മാറി വെറൈറ്റി ഫുഡ് കഴിക്കാം. എനിക്ക് ഇച്ചിരി വായി വെച്ച് തന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചക്കയും അവള് കൈ പൊത്തിപ്പിടിക്കുക കേട്ടോ. ചക്കയും എണ്ണയും ഉപ്പും ആകെ സൂപ്പർ ടേസ്റ്റ് അല്ലേ. ഒരെണ്ണം അതിലേ പോയി, ഒരെണ്ണം വെള്ളമൊക്കെ കുടിച്ചോണ്ട് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഓടുമായിരുന്നു കേട്ടോ. ഇപ്പം എങ്ങോട്ടാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിക്ക് അടിച്ചല്ലോ. ഇല്ലാത്ത ഡ്രസ്സ് ഇട്ടേക്കുന്നുണ്ട്. ഒരാൾ എണീറ്റ് ഓടിപ്പോയി. എന്നാന്ന് വെച്ചാൽ നല്ല അങ്ങനെ ഡ്രസ്സ് ഇട്ട് സർജറി ചെയ്തുകൊണ്ട് അതേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം എന്നാ ഉണ്ട് പ്രില്യ മോളെ വിശേഷം? എന്നെ വന്ന് വണ്ടി നോക്കി നിന്ന് കൂട്ടിക്കൊണ്ട് ഇങ്ങനെ വന്ന് കേട്ടോ. പാവം
ഞാൻ മെസ്സേജ് കണ്ട് എന്നിട്ട് ഞാൻ എന്റെ അടുത്തിരുന്ന് ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞൊരു കുഞ്ഞായിരുന്നു എന്റെ അടുത്തിരുന്നേ. അതിനോട് ഞാൻ പറഞ്ഞു, ദേ അടുത്തത് വന്നിരിപ്പുണ്ട് എന്നെ കുട്ടിക്കൊണ്ട് പോയത്. ആ മഴ ഫ്രണ്ടിലാണോ നോക്കിയിട്ട് കണ്ടതുമില്ല. ഇങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എന്റെ മുന്നിലാണ് എന്റെ ദൈവമേ. ഒത്തിരി നേരമായിട്ട് മടുത്തായിരുന്നോ? ഇല്ല ഞാൻ ഇവിടുന്ന് മറ്റേ ബ്ലോക്ക് കാരണം ഇവിടുന്ന് ബ്ലോക്ക് ആയിരുന്നു. നമ്മുടെ ഇത് കാരണം ഉദ്ഘാടനം. അപ്പൊ നമുക്ക് എന്നാലും ഹണി റോസിനെ കാണാൻ പോലെ അടിച്ചു പൊളിച്ചേക്കാം നമുക്ക് പോയി. അത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് എന്നാ പറയുന്നത്, ഹെനയിൽ നമുക്ക് പെട്ടെന്ന് കഴിച്ച് റെഡിയാക്കിയിട്ട് എന്നാ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്പെഷ്യൽ മീൻകറി, തോരൻ, രസം, ചോറ്, മതി കൊച്ചു തന്നെ അത്രയും ചെയ്തു വെച്ചല്ലോ, സന്തോഷം. അപ്പം നമുക്ക് കഴിച്ചിട്ട് നമുക്ക് ലോലിപ്പോപ്പിലൊക്കെ പോകാം അല്ലേ, അടിച്ചു പൊളിക്കാം. വാ. അങ്ങനെ ഞാൻ കൊട്ടാരക്കര നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. പെരും മഴയാണ് കേട്ടോ, പെരും മഴയാണിത്. ഇത് റൂമിൻ്റെ പുറകിൽ നിന്ന് ഉള്ളൊരു കാഴ്ചയാണ് കേട്ടോ, ഞാൻ കിടക്കുന്ന റൂമിൻ്റെ പുറകിൽ നിന്നുള്ളൊരു കാഴ്ച. അയ്യോ ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴ ഉണ്ടോ ദൈവമേ. ഇടുക്കിയിലും മഴയാണെന്ന് പപ്പ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്ത് കുഞ്ഞി ചക്കയൊക്കെ കിടപ്പുണ്ട് കേട്ടോ വേറെ ആൾക്കാരുടെ, ഇവർക്കില്ല ഉണ്ടോ. ഭയങ്കര മഴ കണ്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പപ്പ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ താഴെയായിരുന്നു ഞങ്ങളുടെ ബെഡ്റൂം അല്ലേ. അപ്പോൾ ഇത് പിള്ളേർ എനിക്ക് വേണ്ടിയിട്ട് നല്ല ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് സുന്ദരം പൂവൊക്കെ ഉള്ള എന്നാണോ ഇംഗ്ലീഷിലൊക്കെ എഴുതിയിട്ടുണ്ട്, അതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ വായിക്കാൻ. അതൊക്കെയുള്ള നല്ല അടിപൊളി ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കൊണ്ടുപോകാനായിട്ടുള്ള അവർ വന്നു, പെട്ടി വാഷ് ചെയ്ത് തുടങ്ങി അല്ലേ, തിരിച്ചു പോവാ. അപ്പം പെട്ടി സംഭവം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ ബാഗൊക്കെ കേട്ടോ. അപ്പം എന്തായാലും ഞാനും കൂടെ പോയി പെട്ടെന്ന് കഴിക്കട്ടെ, കുറേ നേരം കൊണ്ട് കഴിക്കാൻ വിളിക്കുക. സമാധാനത്തിൽ തീറ്റിക്കാൻ പോലും സമയം ഞാൻ നല്ല ആസ്വദിച്ച് നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിനുള്ള ഉത്തരം പറയണമേ. ഗാന്ധി ജയന്തി എന്നാണ്? ഒക്ടോബർ ആണോ? ഒക്ടോബർ അല്ല, നവംബറാ. ശരിക്കും അമ്മേ പറയരുത്. ഇല്ലില്ല, ആരും ക്ലൂ കൊടുക്കരുത്. ഇതാണോ അതോ ഇതാണോ? ചേച്ചി അടങ്ങി നീ ഇവിടെ നിന്നിട്ട്. ഒക്ടോബർ 24ആണോ? അതെ കറക്റ്റ്. 25ആണോ അതോ 22ആണോ? ഗാന്ധി ജയന്തി അറിയാത്ത ഒരാള് പറഞ്ഞ പ്ലീസ്. ഇല്ലില്ല ഞാൻ പറഞ്ഞില്ലെന്നേ. ചേച്ചി എന്താ കട്ടി കിട്ടുവേ. ഉറപ്പിച്ചോ? 22, 26. ഇനി അങ്ങനെ പോട്ടെ. ഒക്ടോബർ മാസം ഫുള്ളാക്കി പറ. ഏതെങ്കിലും ഓർമ്മല്ലേ അന്ന് ഈ പറയാൻ ആണോ എന്ന് പറഞ്ഞു. ഒക്ടോബർ എന്താ ഞാൻ പറയുന്നത്, എന്റെ ബർത്ത്ഡേ എന്നാണ്. അപ്പൊ ഒക്ടോബർ 2. ശരിക്കും അല്ലേലും എന്റെ ബർത്ത്ഡേ പറഞ്ഞു. ഒരാളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ, ഒക്ടോബർ 2. ഇവിടെ ഓരോരുത്തരുടെ ബർത്ത്ഡേയുടെ ദിവസമൊക്കെ പറഞ്ഞിരിക്കുക. അപ്പൊ ഓർത്ത് ഇപ്പോഴും ഒന്ന് പരീക്ഷണം നടത്തുവല്ലേ. അപ്പൊ ചേച്ചിയുടെ ബർത്ത്ഡേ എന്നായിരിക്കും? എനിക്കതിന് ഇനി അതെന്നാ നെഹ്റുവിന്റെ ചേച്ചി പറഞ്ഞല്ലോ എന്റെ ബർത്ത്ഡേക്ക് 4 ദിവസം. അത്ര ദിവസം സെപ്റ്റംബർ അവസാനമായിട്ട് വരും. ഒരാള് ഇത് കയ്യാൻ കൂട്ടത്തുണ്ട് കണ്ടോ. ഒരാൾ പറഞ്ഞ് 4 ദിവസം ഉള്ളത്, ഒരാൾ പറഞ്ഞ് 7 ദിവസം ഉണ്ടത്. ദൈവമേ ഇതിലേതാ സത്യം? എനിക്ക് 7 ദിവസം. അപ്പൊ 7 ദിവസം കൂട്ടുനോക്ക് കണക്കൊന്നും അറിയത്തില്ല. കൂട്ടുനോക്ക് 2 ഒക്ടോബർ 2 സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പഠിക്കണോ. അതെ. ഇപ്പൊ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ കൃഷ്ണമോളെ ഒക്കെ വിളിച്ചേ. അപ്പൊ കൃഷ്ണമോള് സ്കൂളിൽ പോയി കാരണം ജോലിക്കൊന്ന് സംസാരിക്കണമെന്നൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കൃഷ്ണമോളെ അതായത് എൻ്റെ ആങ്ങളെ ഉണ്ടല്ലോ പറഞ്ഞില്ലെന്നറിയോ, നല്ല കാലത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടിരുന്നു. അതാ ഇപ്പോൾ അവള് പറഞ്ഞ സ്കൂളിൽ പോയപ്പോൾ പഠിക്കണത്. ആങ്ങളെ കിടക്കാം, അരിയത്തി കിടക്കാം, എല്ലാം കിടക്കാം. പറയൂ 7 ദിവസം. സെപ്റ്റംബർ ആണെന്ന് ഞങ്ങൾക്ക് അറിയാം. പറഞ്ഞോ. സെപ്റ്റംബർ എത്രയാടി? ദൈവമേ ഞാനിത് സമാധാനമായിട്ടൊന്ന് കഴിച്ചോട്ടെ. പറ്റത്തില്ല, ഇത് പറഞ്ഞൊരു സമാധാനമായിട്ട് കഴിച്ചോ. ഇഷ്ടപിടിച്ച ചോദ്യമൊക്കെ എന്നോട് ചോദിക്കാവോ? എന്താ പറ. സെപ്റ്റംബർ 29, 25 ഒരൊറ്റ അടി ഞാൻ തരും. മുമ്പോട്ട് പോട്ടെ. 25 കഴിഞ്ഞുള്ള ഡേറ്റ് വരട്ടെ.
അത് ആലോചിച്ച് ഇനി ആ ഡേറ്റ് മാത്രം പറഞ്ഞില്ല, ബാക്കി എല്ലാം പറയും. എല്ലാ ഡേറ്റും പറഞ്ഞു. അന്ന് നീ പറയുന്നോട് ഞാൻ ഇനിയിപ്പോ ഞാൻ ഓർത്തിട്ടുള്ള മറന്നു പോകത്തേയില്ല. സെപ്റ്റംബർ 2 ഡിയാൻ്റെത്, ഒക്ടോബർ 2 ഡിയാൻ്റെത്, സെപ്റ്റംബർ എത്രയാ ചേച്ചിയുടെ? 26. ആ ഡേറ്റ് വെച്ച് ബാക്കി എല്ലാം പറഞ്ഞു. 24 മുതൽ 30 വരെയാണെന്ന് മിടിക്കുക. എന്റേതോ ആണ്ടെ ഞാൻ ഇപ്പഴേ ഞാൻ പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ ഈ മാസം 31 കേട്ടോ. ഇപ്പൊ പപ്പയുടെ എന്നായിരിക്കും? ഏത് പപ്പടെ? എന്റെ പപ്പയുടെ ഡിസംബർ ലാസ്റ്റ്. ഡിസംബർ ലാസ്റ്റ്. ഡിസംബർ 30 30 പെപ്പറോട്ട് 25 29. ആകണ്ടോ എന്റെ ആങ്ങളോട് ഞാൻ കറക്റ്റ് പറഞ്ഞു. ബാക്കി എല്ലാത്തിന്റെ എന്നാ പിന്നെ ഇത് പറയാം, ആങ്ങളെ കൊണ്ട് ഉള്ളതാ. അമ്മയുടെയും പപ്പയുടെയും വെഡിങ് ആനിവേഴ്സറി ഏതാ? അതാകുമ്പോ ആങ്ങളെയുണ്ട്, അതാകുമ്പോ ആങ്ങളെയുണ്ട്. പറഞ്ഞു എന്നാടി വല്ല കൈക്രിയ കാണിച്ചാൽ മതി. എങ്ങനെ മനസ്സിലാക്കി എടുക്കാം. പറഞ്ഞു അമ്മയെ കൈ മാറ്റിക്ക്. 2006 ഞാൻ 2005 ജനിച്ചു. അപ്പൊ നീ എവിടുന്നുണ്ടായിരുന്നു? അയ്യോ സെപ്റ്റംബറോ? സെപ്റ്റംബറിൽ ഞാൻ ജനിച്ചു. ഡിസംബറില്ല. ഏത് വർഷം? വർഷം വേണ്ട, അത് ദിവസം ആ ഒരു ഇത് പറഞ്ഞ ഡേറ്റ്. എന്റെ പൊന്നെ ഇത്രയും ടാസ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ വരത്തില്ലായിരുന്നു, സത്യം പറയും. മിഡിലില്ല, തീയതി മിഡിലില്ല. മിഡില് ഒരു 10 മുതൽ 20 വരെയുള്ള ആ ഒരു ഡേറ്റ്. 17 16 ഞാൻ പറഞ്ഞില്ല ആ ഡേറ്റ്. ഞാൻ ആ ഡേറ്റ് പറഞ്ഞു എന്നിട്ട് പോലും പറഞ്ഞില്ല. മേപ്പോട്ടേ പോകുന്നുള്ളൂ, താപ്പോട്ടൊന്നും വരുന്നില്ല. 12 മേലോട്ട് പോവാ, താപ്പോട്ട് വരാൻ പറഞ്ഞപ്പോ 20. അപ്പൊ ഇവിടെ വന്നിട്ട് തകർത്ത് മറിഞ്ഞ് നടക്കും കേട്ടോ. ഒന്ന് പറയട്ടെ, കുറച്ച് കൊനഷ്ട പിടിക്കുന്ന ചോദ്യമുണ്ട്. ഞാൻ പറഞ്ഞു എന്റെ ദൈവമേ എന്നോട് ഇരിക്കുന്ന ചോദ്യം ഒന്നും ചോദിക്കരുത്. ഏതൊക്കെ ഡേറ്റ് ചോദിച്ചു? അയ്യോ ഒക്ടോബർ 2, സെപ്റ്റംബർ 26, ഇതേത് മാസമാണ്? ജൂലൈ. പെട്ട കിടക്കാട്ടെ, ജൂലൈ 31. പപ്പാണ് ഡിസംബർ. ഡിസംബർ 2. ഡിസംബർ പിന്നെ ഇങ്ങനെ എത്രയാണ്? എത്ര? ഡിസംബർ 29. എനിക്കറിയായിരുന്നു. അങ്ങോട്ട് തിരിച്ചിട്ട് അപ്പം തന്നെ അവരെല്ലാം കുളിച്ച് റെഡിയാകാൻ തുടങ്ങും കേട്ടോ. ഞങ്ങൾ പുറത്തേക്ക് ഒന്ന് പോകാനായിട്ട് തുടങ്ങും അല്ലേ. ഒരാളുടെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ 3 പേരും കുളിക്കാൻ പിറക്കൊക്കെ ചെയ്യണം. പിന്നെ ഇവരുമായിട്ട് ഇത്രയും എൻ്റെ അടി വെച്ചേ എല്ലാവരും ഉണ്ട് പറയാൻ. സന്തോഷം സിന്ധു എപ്പോഴും പറയും ചിപ്പി ഏത് സമയം എന്നെ കളിയാക്കാം. എന്നെ പറഞ്ഞാലും ഉണ്ട് അപ്പച്ചിക്ക് അതിൻ്റെ കൂടെ അതിൻ്റെ വേറെ ഒരു വാക്കും കൂടെ. അങ്ങനെ പറയും കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാൻ, ഞാൻ ഇത്രയും നേരം ഇവരുമായിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുവായിരുന്നേ. അപ്പോൾ ഒരുത്തി പറയാ ഇവിടെ സൗദിയിൽ, സോറി കയ്യേലേ തൊടാൻ പറ്റത്തില്ല. അപ്പം കയ്യുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ ജ്യോതിക്ക് കയ്യേലൊരു ചെറിയൊരു സർജറി, ഒരു കൊഴുപ്പടിഞ്ഞത് അല്ലേ. എന്നിട്ട് സർജറി ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. അതിന് അവളെ കാണാനായിട്ടാണ് ഞാൻ ഓടി വന്നത്. നിങ്ങൾക്ക് സർപ്രൈസ് തരാൻ പറഞ്ഞുകൊണ്ടാണ് എവിടെയോ എണ്ണതൊന്നും പറയാണ്ടിരുന്നത്. അപ്പോൾ ഇത് ചിരിക്കുന്നുണ്ട്. അത് ഞാൻ ഇവരോട് ഓരോ സാധനങ്ങളുടെ വില ചോദിച്ചു കേട്ടോ. ഒത്തി പറഞ്ഞല്ലേ സൗദിയിൽ ഒരു ചക്കച്ചോളക്ക് അല്ല, ഒരു പൊറോട്ടയ്ക്ക് 25 രൂപ അല്ലേ? ഒരു റിയാല്. കൊച്ച് നമ്മുടെ ഇച്ചിരി സാധനത്തിന്റെ വില പറഞ്ഞു കേട്ടോ. കൊച്ച് ജോലി ചെയ്യുന്ന സ്ഥലത്തിന്റെ വില പറഞ്ഞ അല്ല പഠിക്കുന്നത് അർമേനിയ, ഏഷ്യയുടെ എങ്ങോട്ടെങ്കിലും എത്തല്ലേ. അപ്പം അവിടെ പച്ചക്കപ്പ കണ്ടപ്പോഴത്തേനും കൊതിമൂത്ത് കൂട്ടുകാരെല്ലാവരും കൂടെ കടയിൽ പോയെന്ന് മേടിക്കാൻ നോട്ട്. 400 ഗ്രാമിന് 4500 രൂപ. 400 ഗ്രാം കപ്പയ്ക്ക്. നമ്മളൊക്കെ വെല്ലം മീച്ചം കാണിക്കുന്നുണ്ടോ? പൊളിക്കാനെങ്ങാനും നമ്മുടെ മക്കളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുണ്ടല്ലോ ആരോടെ വാശി തീർക്കുന്നവർക്ക് അമ്മ എന്നോട് പൊളിക്കാൻ പറഞ്ഞില്ലേ പറഞ്ഞിട്ട് അതിന്റെ സൈഡും അപ്പുറം ഇപ്പുറമൊക്കെ വെട്ടിപ്പറിച്ച് ദൂരോട്ട് കളയും. ശരിയല്ലേ? അല്ലേ? ഒന്നിന്റെ വില അറിയുന്നുണ്ടോ? എന്തിൻ്റെയും ബുദ്ധിമുട്ടോ ഇത് തന്നെയായിട്ട് നമ്മുടെ നാട്ടിൽ അറിയുന്നുണ്ടോ? കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുമ്പോഴാണ് സത്യം പറഞ്ഞാൽ വീടിന്റെ വില, അമ്മയുടെ വില ഒക്കെ അറിയുന്നല്ലേ? സത്യമല്ലേ? ഈ ഒത്തിരി കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തോന്നി കേട്ടോ, എന്തേരം കഷ്ടപ്പെട്ട ഓരോ കുഞ്ഞുങ്ങളും ഓരോ ലെവലിലോട്ട് എത്തിപ്പെടുന്നതെന്ന്. അപ്പം ഡോക്ടർ ആകാനായിട്ടാണ് പഠിക്കുന്നത്.
ഒത്തിരി ത്യാഗവും വിഷമവും പേരൻസിനെ വിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു കുശുമ്പി മറിയുടെ ഉമ്മയുടെ കുശുമ്പില്ലാതെ ഒക്കെ എന്തേലും ത്യാഗം സഹിച്ച് എൻ്റെ കുശി നിൽക്കുന്നതെന്നറിയോ ക്യാമറ ഓഫാക്കി ഞാൻ തരാന്ന് അപ്പൊ കേട്ടോ ഞാൻ ചുമ്മാ പറഞ്ഞാലോ കണ്ട് അപ്പൊ അവരെല്ലാം മിസ് ചെയ്ത് 2 മാസം അവധി കിട്ടുമ്പോഴത്തേനും ഓടി വന്നേക്കുന്നതാണ് കേട്ടോ. അപ്പൊ അവരോടെ ഞാനും 2 ദിവസമെങ്കിൽ 2 ദിവസം 15 ദിവസമെങ്കിൽ 15 ദിവസം 1 മാസം കഴിഞ്ഞ് പോയാൽ മതി. അപ്പോഴും നമ്മൾ പോയാൽ മതി ദിവസം. ഓക്കെ അപ്പൊ എന്നാലും കുറച്ച് കൊലസ്ട്രോൾ ചോദിക്കാൻ എന്റെ ദൈവം ഏതാ എന്നെ കുഴയ്ക്കും. പപ്പ ഉണ്ടായിരുന്നു പിന്നെ ഒരു ഇച്ചിരി ആശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ എന്നേലും ഒക്കെ തട്ടിവിട്ടോണ്ടായിരുന്നു. അപ്പം എന്തായാലും ഞാൻ കുറച്ച് ദിവസം ഇവരുടെ കൂടെ അങ്ങോട്ട് അടിച്ചു പൊളിക്കാൻ പോകട്ടോ. 15 ജില്ലയിലും ഒരു 10 ദിവസം എന്നാലും ഞങ്ങൾ പൊളിക്കാൻ പോകാം. ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങാനും കാഴ്ച കാണാനും ഒക്കെ പോവുകയാണ്. അപ്പോൾ ഇനി വരുന്ന വീഡിയോകളൊക്കെ അങ്ങനത്തെ വീഡിയോകളൊക്കെ ആയിരിക്കും. പിന്നെ ഇപ്പം ഞങ്ങൾ ഭയങ്കര ഒരു സന്തോഷത്തിൽ നിൽക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു കടയുടെ ഉദ്ഘാടനം നടക്കുന്നു. അതിന് പോകാൻ വേണ്ടിയിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അടുത്ത ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും അവനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതെ കമന്റിന്റെ ആളാണ് കേട്ടോ. അപ്പം പുതിയ ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ.